ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരികെ മടങ്ങുമോ എന്നുള്ള ചോദ്യം കുറച്ചു നാളായി ഉയരുകയാണ്. ഇപ്പോൾ അതിൽ ഒരു വലിയ പദ്ധതി വെളിപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന 2 വർഷം മുമ്പ് അധികാരമാറ്റത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പോയതുമായ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പുകയുകയാണ്. ഷെയ്ഖ് ഹസീന എപ്പോൾ തിരികെ വരും എന്നുള്ളതാണ് ഈ വിവാദത്തിന്റെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതേസമയം ഷെയ്ഖ് ഹസീന തിരികെ വന്നു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയെ തൂക്കിലേറ്റാനുള്ള എല്ലാ വഴികളും ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടവും ഷെയ്ഖ് ഹസീനയുടെ എതിരാളികളും അവിടെ സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അവാമി ലീഗിനെ ഒരു പാർട്ടി മാത്രമല്ല, തൻ്റെ ശക്തി എന്നും ഷെയ്ഖ് ഹസീന വിളിക്കുന്നുണ്ട്. 2024 മധ്യത്തിൽ ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഉണ്ടായി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്, ഒന്നും വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അവരെ പുറത്താക്കി. പ്രാദേശിക തലത്തിൽ അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. എന്നിരുന്നാലും പിന്നീട് ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ഈ പ്രസ്ഥാനം ബംഗ്ലാദേശിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് തീവ്രവാദത്തിന് വേണ്ടിയാണ് അവിടെ മുഹമ്മദ് യൂനിസ് അടക്കം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് ഉടൻ മടങ്ങിയേക്കാമെന്ന് ഷെയ്ഖ് ഹസീനയോട് ചോദിച്ചപ്പോൾ, അതായത് മടങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ തിരിച്ചുവരവ് വ്യക്തിപരമായ അഭിലാഷത്തിന്റെ പ്രശ്നമല്ല, അത് വളരെ വലിയൊരു ചോദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, നിയമവാഴ്ച സ്ഥാപിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. അധികാരത്തിന് വേണ്ടിയല്ല ഞാൻ രാഷ്ട്രീയം ചെയ്യുന്നത്, ബംഗ്ലാദേശിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. ഒരു സോണാർ ബംഗ്ലാ നിർമ്മിക്കുക എന്ന ബംഗബന്ധു ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും ഗൂഢാലോചനകളെയും മറികടന്ന് ഈ വർഷം ഞാൻ രാജ്യത്തേക്ക് മടങ്ങുമെന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഷെയ്ഖ് ഹസീന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് ഈ വർഷം ഷെയ്ഖ് ഹസീന തൻ്റെ രാജ്യത്തേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഷെയ്ഖ് ഹസീന മടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യചിഹ്നമാണ്. ഈ തീരുമാനം എനിക്ക് നീതി നൽകുന്നില്ല, ഇത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രതികാരം ചെയ്യാനുള്ള ഒരു മാർഗമായ ജുഡീഷ്യറിയെ മാറ്റിയിരിക്കുന്നെന്നും ഷെയ്ഖ് ഹസീന പുതിയ സർക്കാരിനെ വിമർശിച്ച് പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.